ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞായിരുന്നില്ല ചിലപ്പോൾ ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോകും എന്ന് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിട്ടാണ് എല്ലാവരോടും പോകുന്നത്. എന്നാൽ വീഡിയോ ഇടാത്തതുകൊണ്ട് ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എപ്പോഴും വീഡിയോ ഇടും, എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നതൊക്കെയാണ് എനിക്കും ഇപ്പോൾ താല്പര്യം. എനിക്കും ഇപ്പോൾ ഇതിനോടൊരു ഭയങ്കര ഒരു താല്പര്യം വന്നതുകൊണ്ട് അതാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ 2 ദിവസം കൊണ്ട് പറ്റിയില്ല. പിന്നെ ഞാൻ വന്നിട്ടുണ്ട്, വേണ്ട വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻസുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ബംഗാൾ കോട്ടൺ സാരികളുടെ കളക്ഷനുമായിട്ടാണ്. അപ്പോൾ നേരത്തെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ എന്നോട് ഒരുപാട് പേര് പീച്ച്, പിന്നെന്താ ആഷ് കളറിൻ്റെ സാരികൾ, പീച്ച് കളറിൻ്റെ, പിന്നെന്താ പിസ്ത ഗ്രീൻ കളറ്, വൈറ്റ് ഒക്കെ ഒരുപാട് ചോദിച്ചിരുന്നു. പക്ഷെ അത്രയും സാരിയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ കളറുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഷൊക്കെ ഉണ്ട്, 1-2 ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല നല്ല കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഒരു പ്രാവശ്യം പറയാം, 9423206014. ഇതാണ് നമ്പർ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി 3 പീസ് സെറ്റിൻ്റെ കളക്ഷൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ കോട്ടൺ സാരികളല്ലാതെ ബംഗാളി സാരീസ് ഞാൻ ഇടയ്ക്ക് വേറെ കൊണ്ടിരുന്നു. ഭയങ്കര ഡിമാൻഡായിരുന്നു. അതൊക്കെ എൻ്റെ 5-6 സാരി ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ പോയി. അതിൻ്റെ കുറേ സാരികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പെട്ടെന്ന് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ ഇരിക്കുന്നത് സാരികളാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സാരിയാണ്. കുർത്തികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ മാറി ഇടുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ചിലർ പറയും കണ്ടില്ല, അപ്പോഴത്തേക്കും തീർന്നു പോയി. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. സാരി കുറച്ചധികം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അത് ആദ്യത്തെ സാരി നോക്കിക്കോ, ബംഗാൾ കോട്ടൺ സാരിയാണ്. പിസ്ത ഗ്രീനാണ് കളർ വരുന്നത് കേട്ടോ. അതാ ഈ കളർ എല്ലാവരും എന്നോട് ഒരുപാട് ചോദിച്ചതാണ്. ഇത് ഇപ്പോൾ വന്നിട്ടുണ്ട്. 2 ഉള്ളൂ കേട്ടോ. ആകെ അതാ ഈ കളറിൽ 2 വന്നിട്ടുള്ളൂ. ഇത് സോഫ്റ്റ് സാരീസാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ. സോഫ്റ്റ് സാരിക്കായിരുന്നു ഒരുപാട് ഡിമാൻഡ്. സോഫ്റ്റ് സാരീസ് എന്നോട് കുറച്ച് പ്രായമായവർക്കൊക്കെ ഈ സ്റ്റിഫായിട്ടുള്ള സാരികൾ ഉടുക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സോഫ്റ്റ് സാരീസാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ സോഫ്റ്റ് സാരീസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതാ സോഫ്റ്റ് ജാംദാനി സാരീസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഈ ഷോൾ മാറ്റിയിടാമേ. ജാംദാനി പ്രിന്റ് വരുന്ന സാരികളാണ് ഇതെല്ലാം. ബംഗാളിൻ്റെ ഒത്തൻറ്റിക് ആൻഡ് ട്രഡീഷണൽ പ്രിൻ്റാണ് അവരുടെ ഇപ്പോൾ ദുർഗ ഫെസ്റ്റിവലിനൊക്കെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാരിയാണ് ഈ ജാംദാനി സാരീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ സാരിയാണ് കേട്ടോ. ഇപ്പം ദുർഗാ പൂജയുടെ ഫെസ്റ്റിവൽ വരികയാണല്ലോ. അപ്പോൾ അവർ 9 days ഉടുക്കുന്ന സാരിയാണ്. അവർക്ക് നമ്മളുടെ കൂട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ 9 days 9 സാരി. അതൊക്കെ അവർ നേരത്തെ മേടിച്ച് വയ്ക്കും. ബംഗാളികൾ സാരികളിൽ നമ്മളെക്കാളും കുറച്ചും കൂടെ മുന്നേ നിൽക്കുന്നവരാണ്. ഭയങ്കര സാരിയോട് താല്പര്യവും പാഷനൊക്കെ ഉള്ള ആളുകളാണിത്. ഇതാണ് സാരിയുടെ കളർ ഇതാണ് കേട്ടോ. ബംഗാളി സാരികളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഭയങ്കര ഹൈ റേഞ്ച് സാരികൾ വരെ വരും. ഇതിനകത്ത് കുറച്ചൊരു മീഡിയം ലോ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ വരുന്ന സാരിയാണിത് കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അറിയാലോ ഈ വിലയ്ക്ക് സാരി എവിടെയും കിട്ടത്തില്ല. നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. നിങ്ങളെല്ലാം ചാനൽസൊക്കെ ഒരുപാട് കാണുന്നതാണ്. 499 വിത്ത് ഷിപ്പിംഗ് ആരും കൊടുക്കത്തില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ തരുന്നത്. പക്ഷെ ചിലപ്പോൾ ഇനിയിപ്പോൾ എന്നും അങ്ങനെ എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇപ്പോൾ തരുന്നതെന്ന് വെച്ച് എല്ലാ പ്രാവശ്യം ഹോൾസെയിലുകാർ റേറ്റ് കൂട്ടുകയും. അപ്പം നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. പക്ഷെ പറ്റുന്നിടത്തോളം സമയം ഞാൻ ഇങ്ങനെ തന്നെ തരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് സാരിയുടെ ഇപ്പോൾ ഇതൊരു മുന്താണി പാർട്ട് നിങ്ങൾ കണ്ടില്ലേ. ഇനി ബോഡി പാർട്ട് കാണിച്ചു തരാം. ഇതാണ് ബോഡി പാർട്ട്. ബോഡി പാർട്ടിൽ വരുമ്പോൾ ചെറിയ ബൂട്ട ഡിസൈൻസാണ് വരുന്നത് കേട്ടോ. 2 ടൈപ്പിലുണ്ട്. ഒന്ന് ഇങ്ങനെ ഒരു ബൂട്ടാസ്, പിന്നെ വേറൊരു ബൂട്ടാസ്. അതൊരു ലൈൻ പാറ്റേണിൽ വരും. അരികത്തേക്ക് വരുന്നതോടും ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വരും. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഫുള്ള് ഫോളോ ചെയ്യുന്നത്. 2 സൈഡിലും ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ. ഇങ്ങനെയാണ് സാരി ഇങ്ങനെയാണ് വരുന്നത്. ഈ സാരി വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അതുപോലെ കളർ ഒന്ന് സ്പെസിഫൈ ചെയ്യണം. ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡ് ഉണ്ട്. ഇതിന് ഞാൻ പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞത് കേട്ടോ. സോഫ്റ്റ് ജാംദാനി. ഇനി ഇതിൻ്റെ സെക്കൻഡ് കളറ് ആഷ് കളർ. എല്ലാവരും ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന സാരിയാണ്. ഇത് ആഷ് കളർ കണ്ടോ. ഇതാണ് സാരി വരുന്നത്. സാരിയുടെ ബോർഡർ ആദ്യം കാണിച്ചു തരാം. ഇതാണ് ബോർഡർ. എല്ലാ സാരികളും ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. പിന്നെ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ സമയം കളയുന്നില്ല. അത് ഇങ്ങനെ വരും. ബ്ലാക്കും വൈറ്റും ഇങ്ങനെയാണ്. ഇതാണ് മുന്താണി. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയാണ് മുന്താണി പാർട്ട് വരുന്നത്. അതുപോലെ ഇതിനകത്ത് ഈ സാരികളിൽ ഒന്നിനും പ്രിൻ്റ് വരത്തില്ല. ഫുൾ എല്ലാ സാരിയിലും വീവിങ് ആണ് വരുന്നത് കേട്ടോ. എല്ലാ സാരിയിലും. ഇനി ഞാൻ പ്രത്യേകിച്ച് ഓരോന്നിൻ്റെ പറയേണ്ട. പ്രിൻ്റ് വരത്തേയില്ല. ബംഗാൾ കോട്ടണിൻ്റെ എല്ലാ സാരികളിലും വീവിങ് മാത്രമേ വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ബോഡി പാർട്ടിൽ സൈഡിൽ കൂടെ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ്റെ ചെറിയൊരു ഇതും പോവും. ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും.
ബൂട്ടാസ് വരും. ഇതിവിടെ ഒരു ഗോൾഡൻ ബൂട്ടാസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗോൾഡൻ ബൂട്ടാസ്, ഗോൾഡൻ ടെമ്പിൾ ഡിസൈൻ, ഗോൾഡൻ ബൂട്ടാസ് ചിലപ്പോൾ എങ്ങോ നമുക്ക് വീഡിയോയിൽ അങ്ങ് തെളിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഗോൾഡൻ ബൂട്ട, പിന്നെ ഒരു ബ്ലാക്ക്, അപ്പുറം ഇപ്പുറയും വൈറ്റ്, ബ്ലാക്ക്, നടുക്ക് ഗോൾഡൻ ബൂട്ടാസ്. അങ്ങനെയാണ് ഇത് വിട്ട് വിട്ട് വരുന്നത്. പിന്നെ അതായത് ഇങ്ങനെ ഒരു പ്രിൻറ്റും ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പ്രിൻറ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോഡിയിലും ഫോളോ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട്. കണ്ടോ, ബ്ലാക്കും വൈറ്റ്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് കേട്ടോ. ആഷ് കളർ. ഇതാണ് സെക്കൻഡ് സാരി. ഇനി മൂന്നാമത്തെ സാരി കാണിക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു പീച്ച് കളറാട്ടോ. പീച്ച് കളറിന് ഒരുപാട് ഡിമാൻഡായിരുന്നു. ഇതേ പീച്ച് കളറിൻ്റെ സാരി വന്നിട്ടുണ്ട്. നല്ല പീച്ച് കളറാണ്, നോക്കിക്കോ. നല്ലൊരു ക്യൂട്ട് കളറിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഡിസൈൻ ഒന്നും വ്യത്യാസമില്ല കേട്ടോ. എല്ലാത്തിൻ്റെ ഡിസൈനൊക്കെ ഒരുപോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് ഒക്കെ സിമിലർ ഡിസൈനാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതൊക്കെ അങ്ങ് പറഞ്ഞ് ഇതാക്കുന്നില്ല. ഇവിടുത്തെ ഈ എന്താ പറയേണ്ടത്, മുന്താണിയിലെ പ്രിൻറ്റിന് ഒരല്പം വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഗോൾഡൻ ബൂട്ടാസാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഗോൾഡൻ്റെ വർക്ക് വരുന്നുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ത്രെഡിൻ്റെ വീവിങ് കേട്ടോ. ഗോൾഡൻ വീവിങ്ങും വൈറ്റ് ത്രെഡിൻ്റെ വീവിങ്ങും ഉണ്ടോ, ഗോൾഡൻ്റെ വീവിങ് ഉണ്ടോ, ഗോൾഡൻ വീവിങ്ങും വൈറ്റ് ത്രെഡിൻ്റെ വീവിങ്ങും കൂടെയാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ടാണ് ഈ കാണുന്നത്. ബോഡി പാർട്ട് ഞാൻ തിരിച്ചു വെച്ച് കാണിച്ചു തരാം. ബോഡിയുടെ പാർട്ടിൽ വീണ്ടും വരുമ്പോൾ ഈ ബൂട്ടാസ് വരും. സൈഡിൽ കൂടെ അതായത് ഇങ്ങനെ ഒരു വൈറ്റ് വീവിങ്. ഇതിനകത്ത് ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുൾ വൈറ്റ് വീവിങ് മാത്രമേ വരുന്നുള്ളൂ. വൈറ്റ് ബൂട്ടാസും വൈറ്റ് ത്രെഡ് വർക്കും മാത്രമേ വരുന്നുള്ളൂ. ഗോൾഡൻ്റെ ഇങ്ങോട്ട് വരുന്നില്ല, ബോഡി പാർട്ടിലേക്ക് വരുന്നില്ല. എന്നാൽ മുന്താണി പാർട്ടിൽ ഗോൾഡൻ്റെ വർക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. വീഡിയോയിൽ കിട്ടുന്നത് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ്. ഇതാണ് പിസ്ത ഗ്രീനാണ്, അല്ല ഇത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ. കണ്ടില്ലേ സാരി എല്ലാവരും? ഇതാണ് കളർ വരുന്നത്. നെക്സ്റ്റ് സാരി എന്നോട് കഴിഞ്ഞ പ്രാവശ്യം വൈറ്റും റെഡും കോമ്പിനേഷൻ കൊണ്ടുവന്നപ്പോൾ ആരോ ഒരാൾ എന്നോട് സ്പെസിഫിക്കലി ചോദിച്ചു വൈറ്റും വേറെ എന്തെങ്കിലും ഒരു കളറിൻ്റെ കോമ്പിനേഷൻ കൊണ്ടുവരുമോ, റെഡ് അല്ലാതെ ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രീനും. പക്ഷെ നിങ്ങൾ എന്നോട് വരുമ്പോൾ പറയണേന്ന് പറയും. പക്ഷെ എനിക്ക് വരുമ്പോൾ പറയാനായിട്ട് എന്നെ ഇങ്ങനെ പലരും വിളിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയണമെന്നൊക്കെ ആഗ്രഹിച്ചാലും ഞാൻ മറന്നു പോകും ആരൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന്. അപ്പം നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഇതിനകത്ത് ഗോൾഡൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ ത്രെഡ് വീവിങ് വരുന്നുണ്ട്. ഉള്ളിൽ മുഴുവൻ ഇത് മുന്താണി പാർട്ടായി കാണുന്നത് കേട്ടോ. ഇതിനകത്ത് ഇവിടെ എല്ലാം വരുന്നത് ഗോൾഡൻ ത്രെഡ് വീവിങ്ങാണ് കേട്ടോ. ഇവിടെ മുഴുവനും ഗ്രീനിൻ്റെ വീവിങ് വരും. ഇടയ്ക്കിടയ്ക്ക് ഗ്രീനിൻ്റെ ഉള്ളിൽ കൂടെ ഗോൾഡൻ ത്രെഡിൻ്റെ വീവിങ് ഫുള്ള് വരുന്നുണ്ട്. ഇങ്ങനെ വരും. ഇതും മുന്താണി പാർട്ടിൽ വരുന്നത് കേട്ടോ. മുന്താണി പാർട്ടിൻ്റെ ഈ സൈഡ് ഇങ്ങനെ തുമ്പത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും, അതിന് മുന്നേ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇവിടെ ഈ ഉടുക്കുന്നിടത്ത് കിട്ടും. പിന്നെ ബോഡിയിലേക്ക് വരുമ്പം ഇതാ ഇങ്ങനെ വരും. ബൂട്ടാസാണ് വരുന്നത് അധികം. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് നോക്കിക്ക് ഈ ഒരു എല്ലാത്തിൻ്റെയും തുമ്പത്തൊരു വർക്ക് വരും കേട്ടോ. ബോർഡറിലൊരു വർക്ക് വരും. ബോഡി പാർട്ട് വേറെ 2 ഡിസൈൻ വിട്ട് ഗ്രീൻ ത്രെഡ് കൊണ്ടുള്ള ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. ഇത് വൈറ്റിൻ്റെയും ഗ്രീനിൻ്റെയും കൂടെ കോംബോയാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഈ മുന്താണി പാർട്ടിൻ്റെ തുമ്പത്തേക്ക് പോകുമ്പോഴാണ് കേട്ടോ ഈ ഡിസൈൻ വരുന്നത്. ശരിക്കും നമ്മൾ ഉടുത്ത് ഇവിടെ കുത്തുന്ന പാർട്ട് വരുമ്പോൾ ഈ ഡിസൈൻ വരും. ഇവിടെ വരുന്ന ഒരു പാർട്ട് കിട്ടത്തില്ലേ നമുക്ക്, ഇവിടെ വരുന്ന നമ്മൾ തുമ്പ് പുറകിലേക്ക് ഇട്ട് കുത്തുമ്പോൾ ഈ പാർട്ടിൽ നമുക്ക് ഇവിടെ ഇത് കിട്ടും കേട്ടോ. എനിക്ക് ബൂട്ടാസ് വരുന്നത് കുറച്ചും കൂടെ ബോഡി പാർട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. ഒരു ക്യൂട്ട് പിങ്ക് കളർ. പിങ്കിനോട് ഇഷ്ടമുള്ളവർക്ക്, പിങ്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. ഇത് പിങ്ക് ഇഷ്ടമുള്ളവർക്ക് പിങ്ക് ലവേഴ്സിനുള്ള സാരിയാണ് പിങ്ക് കളർ. നല്ലൊരു പിങ്ക് കളർ കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി സാരി. അത് ഇതിനകത്തും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ഗോൾഡൻ അല്ല കേട്ടോ, ഇതിനകത്ത് വരുന്നത് ഒരു എന്താ പറയേണ്ടത്, ഈ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ വൈറ്റിൻ്റെ ഇടയ്ക്ക് വരുന്നത് കോപ്പറിൻ്റെ ഒരു വീവിങ്ങാണ് വരുന്നത്. കോപ്പർ കസവില്ലേ, അതിൻ്റെ ഒരു വീവിങ്ങാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കൈ കിട്ടി കഴിയുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്തൊന്നും നമുക്കത് വീഡിയോയിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അത് കിട്ടത്തില്ല. ഈ കോപ്പറിൻ്റെ കസവൊന്നേ ഇത് കണ്ടോ, ഇതാ വരുന്നത്. ഇങ്ങനെ നിറച്ച് സാരിയിലുണ്ട് കേട്ടോ. അത് ഇവിടെ എല്ലാം ഉണ്ട്. ഇതാണ് മുന്താണി പാർട്ട് കേട്ടോ.
മുന്താണി ഇതാ ഇവിടെയൊക്കെ ഇതൊക്കെ അതായത് ഈ മുന്താണിയുടെ ഈ തുമ്പാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഉടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന പാർട്ടിൽ ഇത് കിട്ടും. ഞാൻ ഒന്ന് വെച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇത് ഇവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും സാരി വിടുത്തിയോ കണ്ടമാനം വിടർന്നു പോകും. അതുകൊണ്ടാണ് ഞാനിത് അധികം അങ്ങോട്ട് വിടർത്താത്തത്. ഇത് കണ്ടോ, ഇത്രയും മുതലായി ഇതിൻ്റെ വരുന്നത്. നോക്കി, എല്ലാ സാരികളിലും ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം ഞാൻ വിടർത്തുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് കണ്ടോ, ഈ മുന്താണിയുടെ ലാസ്റ്റ് പാർട്ടിലാണ് ഈ ഡിസൈൻ വരുന്നത്. അതിന് മുന്നേ ഇത്രയും പാർട്ടിൽ ഈ ഡിസൈൻ വരും. അപ്പോൾ നമ്മൾ ഉടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇത് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഈ പാർട്ടിൽ നമുക്കിത് കിട്ടും. മുന്നാലും മുന്താണിക്ക് നീളവും കിട്ടും. കണ്ടോ, അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഇത് കിട്ടും. പിന്നെ ബോഡിയിലേക്ക് വരുമ്പോഴാണ് ഈ ഡിസൈൻ വരുന്നത്. ചെറിയ ബൂട്ടാസും ഈ ഒരു ഡിസൈനും കൂടെ വരുന്നത് ബോഡി പാർട്ടിൽ. അപ്പോൾ കണ്ടില്ലേ സാരി, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് സോഫ്റ്റ് ജാംദാനിയിലെ ലാസ്റ്റ് സാരിയാണ് കാണിക്കാൻ പോകുന്നത്. ഒരു സാരിയും കൂടിയേ ഉള്ളൂ കേട്ടോ. സോഫ്റ്റ് ജാംദാനിയിൽ ഒരു സാരിയും കൂടിയേ ഉള്ളൂ. ഇതേ ആ സാരിയാണിത്. ആദ്യം ഞാനൊരു ആഷ് കാണിച്ചില്ല, അത് കുറച്ചൊരു ലൈറ്റ് ആഷായിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു ഡാർക്കാണ്. അപ്പം നിങ്ങൾക്ക് ഒന്ന് എഴുതുമ്പം നിങ്ങൾ ഈ എൻക്വയറി ചെയ്യുമ്പോൾ ഒന്ന് എഴുതണം കേട്ടോ. കാരണം എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ കറക്റ്റ് പിക്കൊന്നും ആയിരിക്കില്ല അയക്കണതേ. ഇത് ഡാർക്ക് ആഷ് കേട്ടോ. ഈ സാരി വേണ്ടവർ ഡാർക്ക് ആഷ് എന്ന് എഴുതണം. ആദ്യത്തെ ആഷ് വേണ്ടവർ ലൈറ്റ് ആഷ് എന്ന് എഴുതണം. കാരണം രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് എനിക്ക് തന്നെ മിസ്റ്റേക്ക് വരും. അപ്പോൾ ഞാൻ അയക്കുന്നത് മാറിപ്പോവും. അതുകൊണ്ടാണ്. ഇതിനകത്ത് നോക്കിക്കേ, ഫുൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് മുഴുവനും ഈ ഗോൾഡൻ വർക്ക് കേട്ടോ. ഗോൾഡൻ ത്രെഡ് വർക്കായി വരുന്നത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഗോൾഡൻ്റെ വീവിങ് ഉണ്ട്. ഇതെല്ലാം ഗോൾഡൻ വീവിങ് കേട്ടോ. വൈറ്റും ഗോൾഡനും കൂടെയുള്ള വീവിങ് ആണ് ഈ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ഉടുക്കുമ്പം വരുന്ന ഒരു പാർട്ടിൽ വരുന്നതാണിത്. ഇനി നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പം വൈറ്റ് മാത്രം വരും. വൈറ്റിൻ്റെ ചെറിയ ബൂട്ടാസ് മാത്രം ഇത് ഇങ്ങനെ വരും. തുമ്പത്ത് ഈ സൈഡിൽ വരുമ്പം ഗോൾഡൻ്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. അതുപോലെ ഈ ബൂട്ടാസിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഇത് വരുന്നത് ഗോൾഡൻ വർക്ക് കേട്ടോ. ഇതൊന്നും നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടൂല. നിങ്ങൾ സാരി ഉടുത്ത് കഴിയുമ്പം ആ ഭംഗിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം അന്നേരം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടും. സാരി ഇതാണ് ലാസ്റ്റ് സാരി. ഇത് ഡാർക്ക് ആഷ്, ലൈറ്റ് ആഷ് എന്ന് പ്ലീസ് നിങ്ങളൊന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതണം. കാരണം എനിക്ക് തന്നെ മാറിപ്പോവാതിരിക്കാനാണ്. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാരി അല്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഞാൻ ഏതെങ്കിലും അയച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ സോഫ്റ്റ് ജാംദാനി കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് താന്ത് സാരികളാണ്. താന്ത് കോട്ടൺ, താന്ത് ബംഗാൾ കോട്ടൺ സാരികളാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. പ്യുവർ കോട്ടൺ സാരികളാണ്. സൂത്തി സാരീസ് എന്ന് അവർ പറയും. സൂത്തി എന്ന് പറഞ്ഞാൽ കോട്ടൺ എന്നാണ് അവർ പറയുന്നത്. ഫുള്ള് എന്താണ് കോട്ടൺ ആണ് ഇതിനകത്ത് മുഴുവനും വരുന്നത്. ഇതേ പിസ്ത ഗ്രീനിൻ്റെയും ലൈറ്റ് ഗ്രീനിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. നോക്കിക്കോ, കളർ ഇതാ വരുന്നത്. സാരി ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും സാരി. അതായത് ഇവിടെ നല്ലൊരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു പിസ്ത ഗ്രീനോ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു പച്ച, തത്തപ്പച്ചയുടെ ഒരു ഡാർക്ക്. ഇവിടെ വേറെ ഇച്ചിരി കൂടെ ലൈറ്റ് പച്ച. തുമ്പത്ത് വരുമ്പോൾ ലൈൻ പാറ്റേൺ. പിന്നെ ഈ സാരികൾക്കൊന്നും വലുതായിട്ടൊന്നും വലിയ എന്താ പറയേണ്ടത്, മുന്താണിയൊന്നും പറയാനില്ല. മുന്താണിയിൽ കുറച്ച് ഇതേ ലൈൻ വരും. അങ്ങനെ ഒരു ലൈൻസും കൂടെ വരും. അതേ ഉള്ളൂ മുന്താണിയിൽ. ഇവിടെ ഒരു ടെമ്പിൾ ഡിസൈനൊക്കെ വരും. ചെറിയൊരു ടെമ്പിൾ ഡിസൈനും ഒരു വീവിങ് ഡിസൈനും ഒക്കെ വരും. അത് ഫുള്ള് ബോർഡറിൽ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സാരി ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ വരും. സാരി ഉടുത്ത് വരുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ നമ്മുടെ മുന്താണി വരുന്നതാണ്. മുന്താണിയുടെ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കേട്ടോ. ഇത് 2 കളേഴ്സ് വരും. ഒരു 2 ഗ്രീനിൻ്റെ ഒരു ഡബിൾ കോംബോ ഇതിനകത്ത് വരുന്നത് കണ്ടോ. ഇതൊരു ഭയങ്കര ലൈറ്റ്, ഇത് കുറച്ചും കൂടെ ഡാർക്ക്, ഇത് കുറച്ചും കൂടെ ഡാർക്ക്, പിന്നെ ലൈറ്റ്, അങ്ങനെ വിട്ടിട്ട് പിന്നെ തുമ്പത്ത് വരുമ്പം കണ്ടോ ഒരു ടെമ്പിൾ ഡിസൈനും എല്ലാം കൂടെ വരുന്ന ഒരു ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സാരിയാണ്. തുമ്പത്ത് ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെയും ഒരു ത്രെഡിൻ്റെ വീവിങ് എല്ലാം വരുന്നുണ്ട്. ഇതാണ് സാരി ഉണ്ടല്ലോ. നല്ലൊരു സാരിയാണ് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സാരി. ഇത് സ്റ്റിഫായിട്ട് കൊടുക്കേണ്ട സാരികളാണ് കേട്ടോ. ഫുൾ 100% കോട്ടൺ ഫസ്റ്റ് സാരി. സെക്കൻഡ് ബ്ലാക്ക് ലവേഴ്സിനുള്ളതാണ്. ബ്ലാക്ക് ആൻഡ് കോഫി ബ്രൗണിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ചോക്ലേറ്റ് കോഫി ബ്രൗൺ എന്നൊക്കെ നമുക്ക് പറയാം. ഇതാണ് സെക്കൻഡ് സാരി. സെയിം ആദ്യം കണ്ട സാരിയുടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഡിഫറെൻറ്റ് കളർ പാറ്റേൺ, ലൈന്, ബ്ലാക്ക് കളറ് ഉള്ളിൽ വരും. ഇവിടെ ഒരു കോഫി ബ്രൗൺ കളറും എല്ലാം കൂടെ വരും.
ഇങ്ങനെ വരും സാരി. മുന്താണിയിൽ ആ ലൈൻ പാറ്റേൺ മാത്രം വരും കേട്ടോ. അത് ഇങ്ങനെ വരും മുന്താണി. ഇതാ മുന്താണി വരും. ആ ഒരു എന്താ പറയണ്ടേ, ആ ബ്രൗണിഷ് കളറിൻ്റെ ഒരു ലൈൻസ് മുന്താണിയിൽ വരും. ബ്ലാക്ക് വേണ്ടവർക്ക്. ഇതാണ് സെക്കൻഡ് സാരി. നെക്സ്റ്റ് സാരി മെറൂൺ. മെറൂൺ ഒരുപാട് എൻക്വയറി ഉള്ള സാരിയാണ്, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഓർഡർ ചെയ്തത്. മെറൂൺ കിട്ടിയിട്ടുണ്ട്. മെറൂണിൻ്റെയും ഒരു ലൈറ്റ് പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് കേട്ടോ. ഇതും മുന്താണി പാർട്ടാ ഈ ലൈൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതാ എല്ലാം വീവിങ് ആണ് കേട്ടോ. വീവിങ് അല്ലാതെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വീവിങ് വർക്ക് മാത്രമേ വരുള്ളൂ. ഇതാ ഫുൾ വീവിങ് ആണ്. അതുപോലെ പ്യുവർ കോട്ടണുമാണ്. പിന്നെ ഇത് പെട്ടെന്ന് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടൊന്നും കഴുകിയിട്ട് സാരി ചുരുണ്ടു പോയെന്നൊന്നും പറയരുത്. വില ഇത്രയേ ഉള്ളൂ. അതിനുള്ള ക്വാളിറ്റി മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ. സുപ്പീരിയർ ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. വിലയ്ക്കുള്ള ക്വാളിറ്റി ഗ്യാരണ്ടീഡാണ്. നമ്മൾ പെട്ടെന്നൊന്നും കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കഴുകി അതങ്ങോട്ട് അങ്ങനെ പോയാലും കുഴപ്പമില്ല. വെള്ളത്തിലിട്ട് കഴുകിയാലും നിങ്ങൾ സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് എടുക്കുമ്പോൾ നെക്സ്റ്റ് സാരി ഇതാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ കളർ കോമ്പിനേഷൻ നോക്കിക്കേ. ഇതൊരു ഡാർക്ക് ഗ്രീനിൽ വരുന്നത് കേട്ടോ. ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ. ഇത് ഗ്രീൻ അല്ല, ഇതൊരു ഗ്രേഡ് ഡാർക്ക് എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു കളറാണ്. ഇതാണ് ഗ്രീൻ വരുന്നത്. ഇതും ഒരു ഗ്രീനിലാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു പാരറ്റ് ഗ്രീനിൻ്റെ കളർ വരും. ഇത് ഈ ഡിസൈനും എല്ലാം വരും. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും സാരി. ഇതാണ് സാരിയുടെ ബോഡി പാർട്ട് കേട്ടോ. ഈ ഗ്രീൻ കോംബോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സാരിയാണ്. എൻ്റെ മുന്താണി പാർട്ടിൽ ഈ ലൈൻ മാത്രമേ വരുള്ളൂ കേട്ടോ. ഇതാ ലൈൻസും കൂടെ വരും. ഇത്രയാണ് ഈ സ്റ്റിഫായിട്ടുള്ള സാരികളിലുള്ള കോമ്പിനേഷൻ. നമുക്ക് ഇത്രയാണ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ സാരി? എല്ലാവരും കണ്ടല്ലോ കേട്ടോ. ഫസ്റ്റ് സാരി ഇത് സ്റ്റിഫായിട്ട് കൊടുക്കേണ്ട സാരികളാണ് കേട്ടോ. സാരി ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കളർ എന്താ പറയേണ്ടത്, ഒരു ഗ്രീനിൻ്റെ തന്നെ വേറൊരു ഡിഫറെൻറ്റ് ഷെയ്ഡായി വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി പാർട്ടായി കാണുന്നത്. മുന്താണി ഇങ്ങനെ വരും. ഗ്രീൻ കണ്ടില്ലേ നിങ്ങൾ? ഇതിൻ്റെ കോംബോ എങ്ങനെയാണെന്ന് വരുന്നത് മനസ്സിലാണില്ലേ? ഇതൊരു യെല്ലോയിഷ് കളറ്, പിങ്ക്, പിന്നെ ഒരു ഗോൾഡൻ, ഇങ്ങനെ അതിൻ്റെ വരുന്നത്. ഇനി ഇതിൻ്റെ ബോഡി പാർട്ട് കാണിച്ചു തരാം. ബോഡി പാർട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ആദ്യം കാണിച്ച സാരികൾ പോലെ ചെറിയ ചെറിയ ബൂട്ടാസാണ് വരുന്നത്. ഇത് ഗ്രീൻ ഇതാണ് കേട്ടോ, ഗോൾഡൻ ആണ് വരുന്നത്. യെല്ലോയിഷ്, പിങ്കിഷ്. അതുപോലെ തന്നെ ഇവിടെയും ആ ടെമ്പിൾ ബോർഡറും അങ്ങനെ തന്നെ വരും. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ തുമ്പത്തും ഇതുപോലെ തന്നെ ബോർഡർ വരും കേട്ടോ. ഇതാണ് ഗ്രീൻ കളർ കേട്ടോ. ഈ കളർ ഒന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതണം കേട്ടോ. ഇതാണ് ഫസ്റ്റ് സാരി. എല്ലാം 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. സെക്കൻഡ് സാരി പർപ്പിൾ കളർ. ഇതാ ലാവെൻഡർ കളർ ഇല്ലേ, ലാവെൻഡർ. ഇതാണ് ഇങ്ങനെ ഒരു സാരിയുടെ മുന്താണി. ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ബൂട്ടാസ് ഉണ്ട് കേട്ടോ. ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. ഈ മാംഗോ ഡിസൈൻ ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഗോൾഡൻ ആണ്. വീഡിയോയിൽ വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ബോഡിയിലേക്ക് വരുമ്പോൾ ബൂട്ടാസ് മാത്രമേ വരുള്ളൂ. ഇതെല്ലാം ഞെറിഞ്ഞ് കുത്തി അടുക്കി കുത്തി നല്ല ഭംഗിക്ക് കൊടുക്കേണ്ട സാരികളാണ് കേട്ടോ. നല്ലൊരു ലാവെൻഡർ കളർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസൈനൊക്കെ ഒരുപോലെ. അതാ ഞാൻ പിന്നെയും പറയാത്തത് കേട്ടോ. ഇത് വേറൊരു ഗ്രീനാണ് വരുന്നത് കേട്ടോ. ഗ്രീനിൻ്റെ തന്നെ പല പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പം ഇതൊരു കുറച്ച് ഡാർക്ക് ഗ്രീൻ, വേറൊരു ഗ്രീൻ. ബോഡി പാർട്ട് ഇതാ ഇങ്ങനെ വരും.
ഇതൊരു യെല്ലോ ഗോൾഡൻ പിങ്ക്. അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസും യെല്ലോ പിങ്ക് ഗോൾഡൻ മാറി 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 ഫുള്ള് ബോഡിയിൽ ഇങ്ങനെ വരും കേട്ടോ. മുന്താണി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. നേരത്തൊക്കെ ഉള്ളിൽ പേപ്പർ വെച്ചിട്ടാണ് മടക്കിയിരിക്കുന്നത്, അതാ ഈ സൗണ്ട് കേൾക്കണത്. മുന്താണി പാർട്ട് ഇങ്ങനെ വരും. കണ്ടില്ലേ സാരി? ഇതാണ് അടുത്ത സാരി. നെക്സ്റ്റ് കളറ്. ഇതെല്ലാം സെയിം സാരികളാണ്, കളേഴ്സാണ് ഡിഫറെൻറ്റ് വരുന്നത് കേട്ടോ. പിങ്ക്, പിങ്ക് കളറ്, അതിനകത്ത് ബ്ലൂ ഗ്രേ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ. ഇതാ നല്ലൊരു പിങ്ക്, എനിക്ക് നല്ലൊരു ക്യൂട്ട് പിങ്ക് കളർ. ഇതാ ഇങ്ങനെ വരും ബോർഡർ ഡിസൈൻ. ഇതാണ് സാരി വരുന്നത്. മുന്താണി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം ആ ഒരു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുന്താണി പാർട്ടിൽ നമുക്കൊരു മാംഗോ ഡിസൈനാണ് കിട്ടുന്നത് കേട്ടോ. ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ കിട്ടും. ഇതാ ലൈൻസും എല്ലാം കൂടെ വന്നിട്ട് ഗോൾഡൻ വീവിങ്സും വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ്റെ വീവിങ്, ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നതെല്ലാം ഗോൾഡൻ്റെ വീവിങ് വർക്കാണ് കേട്ടോ. ഇത് ഞാൻ ഓരോന്നിലും പിന്നെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. നെക്സ്റ്റ് സാരി ആഷിലാണ് വരുന്നത്. അപ്പം ആദ്യം ഞാൻ കാണിച്ച ആഷൊക്കെ സോഫ്റ്റിൽ വരുന്നതായിരുന്നു, ഇത് ഹാർഡിൽ വരുന്നത്. ഹാർഡ് മീൻസ് നമുക്ക് സ്റ്റിഫിൽ വരുന്നത്, ഹാർഡല്ല സ്റ്റിഫ്. നിങ്ങളത് എഴുതുമ്പോഴും കൂടെ അങ്ങനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ എനിക്ക് കുറച്ച് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. സോഫ്റ്റ് ആണോ ഹാർഡാണോ, ആദ്യം കാണിച്ചതെല്ലാം ആ സോഫ്റ്റ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമില്ല. ഇത് സ്റ്റിഫായിട്ട് കൊടുക്കേണ്ട സാരി. അതാ ഇതിനകത്ത് ഇടയ്ക്ക് വരുന്നത് ഇതേ വൈറ്റിൻ്റെ ഗോൾഡൻ്റെയാണ് കേട്ടോ ഈ വർക്ക്. ഇത് ഫുള്ളൊരു ലൈൻ ഗോൾഡൻ പോകുന്നുണ്ട്, അത് എത്രയും കാണാമെന്ന് അറിയത്തില്ല. ഇത് വൈറ്റ് ഗോൾഡൻ അതേ ഉള്ളൂ ഇതിനകത്ത്. കളർ വേറെ കളറൊന്നും വരുന്നില്ല. അതാണ് ബോഡി പാർട്ട്, ഇത് മുന്താണി പാർട്ട്. മുന്താണി പാർട്ട് ഇങ്ങനെ വരും. ഇതാ കണ്ടോ, ഈ മാംഗോ ഡിസൈൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ കാണുന്നത് ഗോൾഡൻ വർക്കാണ്, ഗോൾഡൻ്റെ ത്രെഡ് വീവിങ്. ഇങ്ങനെ വരും. ഇതെല്ലാം ഗോൾഡൻ്റെ ത്രെഡ് വീവിങ്. ഇവിടെ ഈ കാണുന്നത് ഫുള്ള്. ഇതാണ് സാരി. 499 വിത്ത് ഫ്രീ ഷിപ്പിങ് കേട്ടോ. അടുത്ത സാരി പാരറ്റ് ഗ്രീൻ. നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. എന്നാ ഭംഗിയാന്ന് നോക്കി. ഒരു ലൈറ്റ് മെറൂണും ഒരു ബ്ലൂവും പിന്നെ ഒരു എന്താ പറയേണ്ടത് ഗോൾഡൻ വർക്ക്, ബ്ലൂ വർക്ക്, പിങ്കിഷ് മെറൂൺ എന്നൊക്കെ പറയാം. അത് തന്നെ ബോർഡറിൽ ഇതാ ഇത് ഗോൾഡനാണ് കേട്ടോ. ഈ ലൈൻ ഫുള്ള് ഗോൾഡനാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല ശരിക്കും. ഇതാ മുന്താണി. ഇതാണ് കേട്ടോ ഈ സാരിയുടെ കളർ ഡിസൈൻ വരുന്നത്. സാരി മെഷർ ചെയ്തിട്ട് ഒരു 5.5 മീറ്റർ നമ്മൾ എന്തായാലും സാരിക്ക് വിടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവർ പറയും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബംഗാൾ കോട്ടൻ്റെ എല്ലാ സാരിക്കും ബ്ലൗസ് പീസ് വരത്തില്ല. അപ്പം ഞാൻ ഈ ഓരോ സാരി എടുത്ത അളക്ക് വെച്ചാൽ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കയ്യിൽ ഒരു സാരിയാണ് കിട്ടുന്നത്, ആ സാരി നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുക്കുമല്ലോ, എന്തായാലും അരികടിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം ബ്ലൗസ് മുറിക്കണമെങ്കിൽ തന്നെ നോക്കിയിട്ട് മുറിക്കുക. പിന്നെ ഇതിനകത്തുള്ള കോമ്പിനേഷൻ പല കളേഴ്സും വരും. ഇപ്പം പിങ്ക്, യെല്ലോ, ഇങ്ങനത്തെ പല പല കളറുകൾ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ കൊടുത്താൽ മതി. 499 രൂപയുടെ സാരിക്ക് നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോയാൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം? സ്റ്റിച്ചിങ് ചാർജ് 500 രൂപ കൊടുക്കണം. പിന്നെ ലൈനിങ്ങിന് വേറെയും പൈസ കൊടുക്കണം. അപ്പം അത് അവരുടെ എഫർട്ടിൻ്റെ പൈസ. അതിന് ഞാൻ ചോദ്യം ചെയ്യുമല്ല കേട്ടോ, ഞാൻ അതിനൊരു കമൻറ്റ് പറഞ്ഞതല്ല. അപ്പോൾ 499 രൂപ നിങ്ങൾ സാരിക്ക് കൊടുക്കുന്നുള്ളൂ വിത്ത് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബ്ലൗസ് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സാരി നല്ല നീളത്തിൽ നമുക്ക് ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും.
സാരിക്ക് നീളം കുറഞ്ഞ പ്ലേറ്റ്സ് കിട്ടത്തില്ല, ഉടുത്ത് കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ എന്ന് സാരി എടുക്കണവരാണ്. ഇനി ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.